നമ്മളിപ്പോൾ മിക്ക കടകളിൽ പോകുമ്പോൾ പ്രത്യേകിച്ച് ഈ തമിഴ് ആൾക്കാരുടെ ഒരു ഗ്ലാസ്സിൽ നാരങ്ങ ഇട്ട് വെച്ചാൽ കാണാം. നാരങ്ങ ഗ്ലാസ് ഇട്ടിരിക്കുന്ന നെഗറ്റീവ് എനർജിയായി നാരങ്ങ പെട്ടെന്ന് കഴിച്ചെടുക്കും. നാരങ്ങ അതുപോലെ തന്നെ നമുക്കൊരു ബുദ്ധിമുട്ട്, ഒരു ക്ഷീണം, ശത്രുദോഷമൊക്കെ ഉണ്ടെങ്കിൽ ഒരു നാരങ്ങ എടുത്ത് ഉഴിഞ്ഞ് നമ്മൾ ഒരു 21 പ്രാവശ്യം ഉഴിഞ്ഞ് അത് ആൻറ്റി ക്ലോക്ക് വൈസ് ഉഴിഞ്ഞ് റോട്ടിലേക്ക് ഇടാം. അപ്പോൾ ആ വണ്ടി കയറി പോകുമ്പോൾ അതിൻ്റെ ദോഷം പോകും, കണ്ണു പോകും. അത് വളരെ സമ്പ്രദായമാണ്. കാരണം ഇപ്പോൾ ജോലിക്ക് പോകുമ്പോൾ പുറത്തൊക്കെ ജോലിക്ക് പോകുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇത് അടുപ്പിലിടാനോ ഒഴിഞ്ഞ് കത്തിക്കാനോ ഒന്നും പറ്റില്ല. അപ്പോൾ അവർ ചെറുനാരങ്ങ, അതുപോലെ നമ്മൾ ജോലി സ്ഥലത്ത് പോകുമ്പോൾ എവിടെ പോകുമ്പോൾ ചെറുനാരങ്ങ കയ്യിൽ വെക്കണം എപ്പോഴും നല്ലതാണ്. ചെറുനാരങ്ങ ഈ നെഗറ്റീവിനെ വലിച്ചെടുക്കാൻ ഏറ്റവും പറ്റിയ സംഭവമാണ്. പക്ഷേ ആ നാരങ്ങ പിഴിഞ്ഞ് കുടിക്കരുത്. ഇപ്പോൾ നമ്മളിങ്ങനെയൊക്കെ ചെയ്ത കാര്യങ്ങൾ നാരങ്ങ പിഴിഞ്ഞ് കുടിക്കാൻ പാടില്ല. നാരങ്ങ എന്ന് പറയുന്നത് ഭയങ്കര പവർഫുൾ ഒരു സംഭവമാണ്. നാരങ്ങ വെള്ളത്തിലിട്ട് വയ്ക്കാം, നാരങ്ങ നമ്മൾ കിടക്കയുടെ മുറിയിൽ വയ്ക്കാം, നെഗറ്റീവ് പോകും. നാരങ്ങ എവിടെ വെച്ചാലും വളരെ ഐശ്വര്യമാണ് നാരങ്ങ എന്ന് പറയുമ്പോൾ, ചെറുനാരങ്ങ. പിന്നെ 1-ാം തീയതി ദിവസങ്ങളിലൊക്കെ നമ്മൾ ചെറുനാരങ്ങ മുറിച്ച്, തമിഴ്നാട്ടിലൊക്കെ കണ്ടിട്ടുണ്ട്, ഒരു എണ്ണത്തിൽ മഞ്ഞളും ഒരു കുങ്കുമവും പറ്റി വയ്ക്കും മുൻവശത്ത്. അതൊക്കെ ഭയങ്കര ഐശ്വര്യദായകമായ കാര്യമാണ്. ചെറുനാരങ്ങ കൊണ്ട് ചെയ്യാവുന്ന പ്രയോഗങ്ങൾ ഒരുപാടുണ്ട്. അതിലൊരു ചെറിയ പ്രയോഗം ഞാനിപ്പോൾ പറഞ്ഞത്.